ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ വന്നതാണ്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ അമ്മയുടെ കുറച്ച് ചെടികളും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായത് നിൽക്കുന്നതാണ്. കുറച്ചൊന്നും ഇല്ല, അല്ലാതെ കുറച്ച് കൂടുതലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മുല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ മുല്ല ഇതാ കണ്ണ സൈക്കിളാണ് കാണിക്കും. നല്ല മണമുണ്ട്. ഹായ്, നല്ല മണം. ഇത് എന്താ കൊണ്ടമുല്ല? എന്ത് മുല്ല? കൊണ്ടമുല്ല. നല്ല ഉണ്ടായിട്ടുണ്ട്. നിറയെ ഇതാ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താ പറയാ, അതിൻ്റെ മുട്ട് ഇതിലൊക്കെ ഉണ്ട്. മുട്ട് അമ്മയുടെ കൊണ്ടമുല്ലയിലത്തെ മുട്ടുകളാട്ടോ ഇതൊക്കെ. പിന്നെ ഇതെന്താ, ഈ പണ്ടത്തെ ചെടിയാണ്. ഇപ്പൊ ഒന്നും ഇത് കാണാൻ കിട്ടുമെന്ന് അറിയില്ല. നിത്യകല്യാണമാണ്. ഇത് മണല്ല. ഇതെന്തത്? നിത്യകല്യാണം എന്താന്നല്ല അതോടെ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ മാവ് ആയിട്ടില്ലല്ലോ. ഇത് ചേട്ടനുണ്ടല്ലോ, ഇത് ചേട്ടൻ കൊടുത്തതാണ് കേട്ടോ അവിടെ നിന്ന് അമ്മയ്ക്ക്. പക്ഷെ ഇവിടത്തേലും ഇതുവരെ കായ്ച്ചിട്ടില്ല. അവിടത്തെ എത്രയാകുമ്പോഴേക്കൊക്കെ കായ്ക്കല് കഴിഞ്ഞു കേട്ടോ. മണ്ണിൻ്റെ തോന്നുന്നുണ്ട്, അത്ര കായ്ച്ചിട്ടില്ല. അതുപോലെ കറിവേപ്പും അവിടെ നിന്ന് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് വീട്ടിൽ നിന്ന്. കുറച്ചായിട്ടുണ്ട്. ഇത് മുല്ലല്ലേ? ഇത് മുല്ല അല്ലേ? ഇത് മല്ലിമുല്ല. മുല്ല തോന്നുന്നു. ഇത് ഉണ്ടല്ലോ, ഇത് നമ്മുടെ പണ്ടത്തെ കായ കേട്ടോ. ഇപ്പൊ ഒന്നും ഇത് കാണാൻ കിട്ടാറില്ല. ഇത് എല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കായ ഉണ്ടാവും. നോക്കട്ടെ കേട്ടോ. മുള്ള അതിൽ നിറയെ, ഇതിൽ നിറയെ മുള്ള. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എങ്ങാണ്ട് കളിച്ചിട്ടുള്ള സാധനങ്ങളാണ്. കണ്ടോ, ഇതിൻ്റെ തൊലി എങ്ങാണ്ട് തിന്നു തോന്നുന്നു. പുളിയൊക്കെ ആയിട്ട്, പുളിയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ തിന്നാറുണ്ട് കേട്ടോ. ഇത് നിറയെ മുള്ളുള്ള സാധനമാണേ. ഇതൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ പുരാതനമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അമ്മയുടെ റോസ. എന്ത് റോസ? അത് റോസാപ്പൂ. ഇതാ എടുത്ത് എനിക്ക് സൂം ചെയ്യും. അതെ, അമ്മയുടെ റോസാപ്പൂവാണ് കേട്ടോ. അറിയണ്ടതിൻ്റെ ഇതാ. എനിക്ക് ഈ റോസയുടെ ഒരു കൊമ്പ് കൊണ്ടുപോകണം. ഇത് പിന്നെ എങ്ങനത്തെ ചെടിയാ കണ്ണ? ഇത് കനകാമ്പരം. ഇതല്ലേ കനകാമ്പരം അല്ലേ? അത് നീല കനകാമ്പരം. എനിക്ക് ഇത് നീല കനകാമ്പരം കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്, ഈ ചെടികൾ. ഞാനും വന്നു കഴിഞ്ഞാൽ അധികം നിൽക്കാത്തതുകൊണ്ടേ എനിക്ക് ചെടികൾ അങ്ങനെ അറിയില്ല. ദീദി കണ്ടോ, ഇതൊക്കെ ഞാൻ റയറായിട്ട് കാണാൻ കിട്ടുള്ളൂ. വലിയൊരു പുളി ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ വെട്ടിയിട്ട് അധികം ആയിട്ടില്ല. വലിയൊരു പുളി ഇറങ്ങും. ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ആടണതാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് റോട്ടിക്ക് നേരെ ആടുക. നല്ല വലിയ പുളി ഇറങ്ങുന്നത്. ഇപ്പം കുളിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഒരുപാട് പുളി ഉണ്ടാവാറുണ്ട്. വീട്ടിലേക്ക് അമ്മ പുളി കൊടുത്തു വിടുന്നത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പം അത് നിന്നു. ഈ ഒരു വർഷമാണ് അത് മുറിച്ചത്. നമ്മുടെ ഊഞ്ഞാലിൻ്റെ സ്ഥാനം അല്ലേ, അത് മുറിച്ചു. പിന്നെ നമുക്കെന്താ, വലിയൊരു മുരിങ്ങയുണ്ട്. പിന്നെ നമ്മുടെ കട കാണിക്കാം. പിന്നെ നമ്മുടെ കടയുണ്ടല്ലോ, ഇതായിരുന്നു കേട്ടോ. കോപ്മാമയുടെ കടയാണത്. ഇതേട്ടോ നമ്മുടെ കോപ്മാമയുടെ കട. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഷോർട്സിൽ, മുന്നത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. കോപ്മാമയുടെ കടയാണ്. കോപ്മാമ ഇപ്പം മരിച്ചു, ഒരു വർഷം മരിച്ചു. നമ്മൾ ഉമ്മറത്തുനിന്ന് നേരെ നോക്കിയാൽ അവിടുത്തെ സാധനങ്ങൾ കാണും, മിഠായികളും ഒക്കെ കാണും. അപ്പോൾ തോന്നും പോയി മേടിക്കാൻ തോന്നും. പുളിമിഠായിയും അതുപോലെ പഴം, എന്ത് കണ്ടാലും വൈകുന്നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കും, എന്താ മേടിക്കും. ഇത്രയും അടുത്തായിരുന്നു കേട്ടോ കട. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോപ്മാമ മരിച്ചായിരുന്നുകൊണ്ട് അടച്ചിട്ട് കേട്ടോ. പിന്നെ അമ്മായിയും പിള്ളേരും മാത്രമേ അവിടെ തനിച്ചാണ് ഇപ്പോൾ, വേറെ ആരുമില്ല. ഇനി നമുക്ക് നമ്മുടെ പേരമരം. ഇതിന് പേരയ്ക്ക ഉണ്ടായിട്ടില്ലല്ലോ കാണാൻ ഇതുവരെ? ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ലതായി നിൽക്കണ്ടേ. പിന്നെ അമ്മയുടെ മുളക് ഇവിടെ കാണിച്ചിട്ട് അമ്മ ഉള്ള സ്ഥലത്തൊക്കെ നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോയി വേണം അല്ലേ. അമ്മയുടെ മുളക് തോന്നുന്നു. ഉണ്ടമുളകല്ലേ ഇത്? ഇതവിടെ ഉണ്ട് ഉണ്ടമുളക.
ഉണ്ടമുളകും കാന്താരിയും ഒക്കെ ഉണ്ട്. ഇത് ചെറിയാണ്, ചെറിയിലുണ്ടായിട്ടില്ല. ഇത് ചെറിയിലുണ്ടായിട്ടില്ല. പിന്നെ ഈ ചെടി, നമുക്ക് ഈ ചെടിപ്രാന്തൊക്കെ ഉള്ള കാരണം കൊണ്ടേ നിറയെ ചെടികൾ വെച്ച്. ഇത് തെച്ചിയാണ്, ഇത് പണ്ടത്തെ തെച്ചിയില്ലേ നമ്മുടെ തെച്ചിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടല്ലോ ചെറി, ഇതും ചെറിയാണ്, ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. ഇതുണ്ടാവണേ ഉള്ളൂ. ചെടിയിൽ നിറയെ ഉണ്ടാവാണ്ട്. കായ്ച്ചിട്ടില്ലല്ലോ? ഇല്ല, കായ്ച്ചിട്ടില്ല. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു സാധനം കാണാനുണ്ട്. ഈ പൂവ് നല്ല പൂവാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഇതിൻ്റെ ചെടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വെച്ചിട്ട് പിടിച്ചില്ല കേട്ടോ. വഴുതനങ്ങ കാണിക്ക്. ഇത്രയും നീളമുള്ള വഴുതനങ്ങ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല നീളമുണ്ട് കേട്ടോ. അടിക്ക് മുള്ളുണ്ട്. എന്താണ് വഴുതനങ്ങ നിറയെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതേ ഇതാ കാണാം എനിക്ക്. ഇതാ അമ്മയുടെ വഴുതനങ്ങ നല്ല നീളമുണ്ട്, ഇത്രയുണ്ട്. മുള്ളുണ്ട് കേട്ടോ അതില്. ഇത് അമ്മ എനിക്ക് തന്നയക്കാറുണ്ട് കേട്ടോ. ഇതാ കുഞ്ഞിതാണ്. പിന്നെ നമ്മുടെ ഇതെന്താ, ഇതല്ല ആനമല്ലി. ഇതാ ഈ പ്ലാവിലല്ലേ, നമ്മളെ കുഞ്ഞു പ്ലാവിലെ ചക്കയാണ് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾക്കറിയില്ല, കേട് വന്നേക്കണു. ഇതിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു അത്രേ. പഴുത്ത് കേട് വന്നതാണോ ഇത്? ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പ്ലാവ്. ഇത്രയുള്ള പ്ലാവില അതുണ്ടായത്. ഇത് എന്താ പാപ്പം കൊടുത്തയച്ചതല്ലേ? അതെ, അത് വീട്ടിലത്തെ നമ്മുടെ ആ പ്ലാവില്ലേ അതിൻ്റെ തന്നെയാണ്. പക്ഷെ ഇതിലേ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര ചെറുതാ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ താരമാണ് ഇത്, ഈ സാധനം. ഇതെന്താ, മുട്ടപ്പഴം. മുട്ടപ്പഴം എന്ന് പറയണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. ഇത് മുട്ടപ്പഴം, ഇതേ മുട്ടപ്പഴം പറിച്ചു, പച്ചക്ക് പറിച്ചെടുത്തു. ഇതേ അവിടെ ഉണ്ട് മുകളില്. എത്ര എണ്ണ ഇതൊക്കെ ഉണ്ടായി നിൽക്കണം. ഇതൊക്കെ കിട്ടും, 5, 6 കിട്ടുന്നുണ്ട്. ഇതേ ഇവിടെ ഒരെണ്ണം. പിന്നെ നമ്മൾ ഒരെണ്ണം പറിച്ചു അല്ലേ? നമ്മൾ ഒരെണ്ണം പറിച്ചു കേട്ടോ. ഇതാണ് അതിൻ്റെ മരം, മുട്ടപ്പഴത്തിൻ്റെ തൈ. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, നിറയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മല്ലിയിലയുടെ ഒരു ഇതുണ്ടായിരുന്നു, ആനമല്ലി. അതിപ്പോൾ ഇല്ല, നമുക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇത് തെച്ചില്ലത്, വെള്ളത്തെച്ചി. വെള്ളത്തെച്ചിയാണ് അമ്മയുടെ. പിന്നെന്താ മാവ്. അമ്മയുടെ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പൂത്തതാണ്, പക്ഷെ ഉണങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നിറയെ പൂത്തൊക്കെയുണ്ട്. പൂവ് വന്നേക്കണുണ്ടോ? ഇതില് നിറയെ ഉണ്ടാവുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്താണെന്നാവോ. അതുപോലെ ഇത് മുളക് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഉണങ്ങിയേക്കണം. കാന്താരിയിലൊക്കെ എന്നാ കുറുമ്പടിക്കില്ലേ പോലെ. ഇതെന്താ അമ്മ ഇത്? ഇതെന്താ ഈ തുളസി? ഇത് മലന്തരുത്താവോ? അതിനെന്തിനാ ഉപയോഗിക്കുക? കണ്ണങ്ങോട്ട് തിന്നോ, ഉറുമ്പ് കടിക്കണ്ട. എന്താ ചെയ്യാ പനിക്ക്? പറയാം. ഇത് നമ്മുടെ മലന്തരത്താവ്. ഇത് മലന്തരത്താവ് എന്നാ പറയാ കേട്ടോ. ഇതുണ്ടല്ലോ പനിക്കൊക്കെ നല്ല അത്രേ. ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇതും കൂടി ഇട്ടിട്ട് കഴിക്കത്രേ, നല്ലതാന്ന് ഇപ്പൊ അമ്മ പറഞ്ഞ കേട്ടോ. ഇതേ കാണിച്ച് തുളസിയുടെ പോലെ ഉണ്ട് കേട്ടോ. അത് തുളസി കണ്ടോ, തുളസിയുടെ ആ സാധനമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഉണ്ട് കേട്ടോ മലന്തരത്താവ്. കടിക്കോ? പിന്നെ ഇത് നമ്മുടെ കന്നിക്കൂർക്കയില, നിറയെ കന്നിക്കൂർക്കയിലുണ്ട്. പിന്നെ ഇതൊരു സാമ്പാർ ചീരയാണ് കേട്ടോ. അതിൻ്റെ ഇല കറി വയ്ക്കും, സാമ്പാർ ചീര ഇത്. പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്, മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ പപ്പായ ഉണ്ട്, നിറയെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. 2 ടൈപ്പല്ലേ ഇത്? അതൊരു വേറൊരു ടൈപ്പാണ്, നീളൻ ഇതാകുന്നു അല്ലേ. പിന്നെ നമ്മുടെ വീട്ടിലെ ചക്ക വേറെ ഒന്നും കാണാൻ. കന്നിക്കൂർക്കയില ഇവിടെ നിറച്ചുണ്ട് കേട്ടാ, നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് പോകുമ്പോൾ ഒരു കഷ്ണം കൊണ്ടാണ്.
ഇതെന്തിന് നമ്മുടെ ചക്കട നിറയെ ഉണ്ടായി നിൽക്കണ്ടേ, ഏറ്റവും കൂടുതലാണ് ചക്ക ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വേറെ ടൈപ്പ് ഓമക്കായാണ്. ഓമക്കായ നട്ടോ ഇവിടെ പറയുക. ചേട്ടൻ്റെ അവിടെയാണ് കപ്ലങ്ങ എന്ന് പറയുക, ഇവിടെ ഓമക്കായ എന്ന് പറയുക. ഇത് നീളൻ ടൈപ്പും അത് ഉണ്ട ടൈപ്പും. അതൊക്കെ അത് നല്ലോണം ഇതായിണ്ടാവും. ചെരുപ്പിടാറുന്നില്ലേ? ഉറുമ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരെ. ഇത് നമ്മുടെ കോഴിക്കോട് കോഴികളുണ്ട് കേട്ടോ, കുറച്ച്. അമ്മയ്ക്ക് കോഴികളൊക്കെ ഉണ്ട്. അമ്മ എപ്പോഴും കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട്. അതാണ് അമ്മയുടെ ഒരു കാര്യം. ഇതിലല്ലേ ഉള്ളൂ, പുറത്തേലില്ലല്ലോ. ഇപ്പോൾ നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ കോഴികൾ. പിന്നെ ഉണ്ടല്ലോ ആ സ്ഥലമില്ലേ അവിടെ, അതൊക്കെ നമ്മുടെ ആയിരുന്നു. ഇത് ഈ സ്ഥലം ആ സ്ഥലമൊക്കെ നമ്മുടെ. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പാറക്കുളമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ കൊടുത്താണ്. ഇത് ഈ അറ്റം വരെ ഉണ്ടായിരുന്നു. ആ വീടും ഈ വീടൊക്കെ കയറിയത് ഇപ്പോൾ ആ സ്ഥലത്താണ് കേട്ടോ. അവിടുത്തെ ആ കുളം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പാറ പൊട്ടിച്ചിട്ടുണ്ടായ കുളമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഇതൊക്കെ നമ്മുടെ തന്നെയായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. അതൊക്കെ കൊടുത്തു. ഇവിടെ നിറയെ മരങ്ങളായിരുന്നു. ഇവിടെ നമുക്ക് ചക്ക, മാങ്ങ, പ്ലാവ്, മാവ് എല്ലാം ഉണ്ടായിരുന്നു. നിറയെ ചെടികളായിരുന്നു ഈ ഭാഗത്തൊക്കെ. കൊടുത്തേ പിന്നെ നമ്മളത് അവരൊക്കെ വെട്ടി വീട് കയറ്റിയില്ല. പിന്നെ ഈ സ്ഥലം ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളായിരുന്നു. അതറ്റം വരെയുണ്ട്. റബ്ബറായിരുന്നു ഫുള്ളും. അതും നമ്മളിപ്പം ഈ അടുത്തായിട്ട് ഇതൊക്കെ കൊടുത്തു കേട്ടോ. ഈ സ്ഥലം അങ്ങോട്ട് കുറേ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കൊടുത്തു. ഇപ്പം നമുക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ചെടി. ഇത് എന്ത് ചെടിയാ? ഇത് നല്ല വിരിയും തോന്നുന്നു അല്ലേ? പൂവ തോന്നുന്നു അല്ലേ? കണ്ടോ, നല്ല പൂവാ. ഇത് ഇങ്ങനൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എന്താ മണം ഉണ്ടാവില്ല ഇത് വിരിയുമ്പോൾ? അതല്ലേ ഇത്? എന്തെങ്കിലും ആവട്ടെ. ഇതെന്തായാലും വിരിയുമ്പോൾ നല്ലൊരു പൂവുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവുണ്ടാവും. ഇവിടെ പിന്നെ ചെമ്പരത്തിയുടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും. ചെമ്പരത്തി അപ്പുറത്തെയാണോന്നൊന്നും എനിക്കറിയില്ല. ചെമ്പരത്തി ഇതാണ് ഇപ്പം കാണാൻ കിട്ടാത്തത്. ഇതാണ്. ഇത് നമ്മുടെ ആത്തച്ചക്കയാണ് കേട്ടോ. ആത്തച്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ആത്തച്ചക്ക എന്നാണ് ഇവിടെ പറയുക. ഇവിടെ സീതാമണിക്കായ എന്ന് പറയും കേട്ടോ. ആ സാധനമാണ് കേട്ടോ ഇത്. ഇതിലുണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ. ഇത് വേറൊരു സൈസ് ചെടി. ഇത് എന്തിൻ്റെയെന്ന് എനിക്കറിയില്ല, നമ്മോട് ചോദിക്കേണ്ടി വരും. വെയിൽ കൊണ്ട് കുട്ടി നാറി. ഇത്രയും ഉള്ളൂ നമ്മുടെ വീട്ടിൽ. കാണുന്നില്ലല്ലോ, അറിയില്ലല്ലോ ഇനിയൊന്നും. അപ്പം ഞാൻ അപ്പം ഉണ്ടല്ലോ ഇന്നൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ അനിയൻ്റെ പിറന്നാളാണ്. അതായത് നാളെ ദിവസമാണ്, പിന്നെ നാളെ എൻ്റെയാണ്. അപ്പോൾ രണ്ടും കൂടി അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് വിളക്കത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ അവിടെ ഇരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇലയിൽ വിളമ്പിയിട്ട് അമ്മ പണ്ട് കാലം മുതലേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പിറന്നാൾ സദ്യ ഉണ്ടാവാറ്. അങ്ങനെ നമ്മൾ കുഞ്ഞൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ബായ്. നല്ല പപ്പടം.